എല്ലാവർക്കും ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണ്, മാർക്കറ്റിന് അവധിയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് കടുപ്പത്തിലുള്ള ചായയും കുടിച്ച് പോർട്ട്ഫോളിയോ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ആകെ മൊത്തം ചുവപ്പ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ പൈസയും ഇങ്ങനെ ദിവസവും കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയൂ. സത്യം പറഞ്ഞാൽ നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ എന്താകുമോ എന്ന പേടിയിലാണ് പലരും. ഇവിടെയാണ് ടിസ്റ്റ്. മാർക്കറ്റ് വീഴുമ്പോൾ എല്ലാവരും പേടിച്ചോടുകയാണ്. പക്ഷെ ഒന്നാലോചിച്ചാൽ ഈ ചുവപ്പ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ പച്ചപ്പിന്റെ തുടക്കമാണോ? സംഗതി നിസ്സാരമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം നിഫ്റ്റി ഒരു 2% താഴേക്ക് പോയി. 22,500 എന്ന ഒരു മാന്ത്രിക സംഖ്യ, അവിടെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ്. നിഫ്റ്റി 22,500 പിടിച്ചു നിൽക്കുമോ, അതോ നാളെ രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ താഴേക്കൊരു വലിയ ഡൈവ് അടിക്കുമോ? നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഇതാണ്. മാർക്കറ്റ് എപ്പോഴും ഒരേ ദിശയിൽ പോകില്ല. അതൊരു സീസോ പോലെയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ടോ? അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ ദലാൽ സ്ട്രീറ്റിൽ പ്രകമ്പനം കൊള്ളും. പിന്നെ വിദേശ നിക്ഷേപകർ, അതായത് FII എന്ന് വിളിക്കുന്ന വമ്പന്മാർ, അവർക്ക് എവിടെ ലാഭം കൂടുതൽ കിട്ടുമെന്ന് തോന്നുമോ അങ്ങോട്ട് വണ്ടി തിരിക്കും. അവർ പണം പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വരും. നമ്മൾ സാധാരണക്കാർ ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത്? പേടിച്ച് കയ്യിലുള്ള ഷെയറുകൾ വിറ്റു തുലയ്ക്കും. എന്നിട്ട് മാർക്കറ്റ് കയറി തുടങ്ങുമ്പോൾ വീണ്ടും പോയി വാങ്ങും. നമ്മൾ ചെയ്യുന്നത് ശരിക്കും തലതിരിഞ്ഞ പണിയല്ലേ? വില കുറയുമ്പോഴല്ലേ നമ്മൾ വാങ്ങേണ്ടത്. പക്ഷേ നമുക്ക് അതിനുള്ള ധൈര്യം കിട്ടില്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ള ബഹളങ്ങൾ അത്രയുമുണ്ട്. ഈ TV-യിലും വാട്സപ്പിലും വരുന്ന വാർത്തകൾ കേട്ട് നമ്മൾ പാനിക്കാകും. സത്യം പറഞ്ഞാൽ ബുദ്ധിയുള്ള ഇൻവെസ്റ്റർ ഈ സമയത്ത് വെറുതെ ഇരിക്കും. കാരണം ക്രൂഡ് ഓയിൽ വില ഒന്ന് ശ്രദ്ധിക്കണം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കമ്പനികളെയാണ്. ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂടും, സാധനങ്ങളുടെ വില കൂടും, കമ്പനികളുടെ ലാഭം കുറയും. അപ്പോൾ സ്വാഭാവികമായും ഷെയർ വിലയും താഴേക്ക് വരും. ഇതൊരു വലിയ ചങ്ങല പോലെയാണ്. ഇതിന്റെ ഓരോ കണ്ണിയും നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന അധിക പൈസയും ഷെയർ മാർക്കറ്റിലെ ഈ ചുവപ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരൊറ്റ നമ്പർ ഇത് എല്ലാം ചേഞ്ച് ചെയ്യുന്നു. അതായത് 23,500 നിഫ്റ്റിക്ക് വീണ്ടും ഒരു ജീവൻ വരണമെങ്കിൽ ഈ ഒരു ലെവൽ മറികടന്നേ പറ്റൂ. അതുവരെ മാർക്കറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഈ സമയത്ത് നമ്മൾ കിതയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ടാറ്റയോ റിലയൻസോ പോലുള്ള കമ്പനികൾ ഈ ചെറിയ കാറ്റിൽ നിന്നും വീണു പോകുന്നവരല്ല. അവർക്ക് വലിയ അടിത്തറയുണ്ട്. അവർ ചെയ്യുന്ന ബിസിനസ് നാളെയും അവിടെ ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റ് താഴെ നിൽക്കുമ്പോൾ അത്തരം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ഒരു അവസരമായി കാണണം. നമ്മൾ പലപ്പോഴും ഈ ഹോട്ട് ടിപ്പുകൾക്ക് പുറകെ പോകും. ആരോ പറഞ്ഞു ഈ ഷെയർ നാളെ നമ്മൾ ഡബിൾ ആകും എന്ന് കേട്ടാൽ കയ്യിൽ മുഴുവനുള്ള പൈസ എടുത്ത് ഇത് വാങ്ങും. എന്നിട്ട് അത് താഴേക്ക് പോകുമ്പോൾ തലയിൽ കയ്യും വെച്ചിരിക്കും. സംഗതി നിസ്സാരമല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പ്ലാൻ B എപ്പോഴും വേണം. നിങ്ങളുടെ കയ്യിൽ ഒരു 6 മാസത്തെ ചിലവിനുള്ള പണം ബാങ്ക് അക്കൗണ്ടിൽ സേഫായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്ത് അത്യാവശ്യം വന്നാലും എടുക്കാൻ പാകത്തിനായിരിക്കണം ഇത്. ബാക്കി വരുന്ന പണം മാത്രം നിക്ഷേപത്തിന് ഉപയോഗിക്കുക. അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിന്റെ ആ 22,500 ലെവൽ വാച്ച് ചെയ്യുക. അത് തകരുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായി, അനാവശ്യമായി കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മാർജിൻ ട്രേഡിംഗ് ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. മൂന്നാമത്തെ കാര്യം, SIP വഴിയുള്ള നിക്ഷേപങ്ങൾ ഈ സമയത്ത് നിർത്താതിരിക്കുക. മാർക്കറ്റ് താഴെ നിൽക്കുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും ഭാവിയിൽ വലിയ വിലയുണ്ടാകും. കാരണം കുറഞ്ഞ വിലയിൽ നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്നുണ്ട്. ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സത്യം പറഞ്ഞാൽ ഈ മാർക്കറ്റ് ഒരു കടൽ പോലെയാണ്. വലിയ തിരമാല വരുമ്പോൾ ഒന്ന് കുറച്ചു നേരം കരയിൽ നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ തിരമാലയെ പേടിച്ച് കടലിൽ ഇറങ്ങാതിരിക്കുന്നത് ശരിയല്ല. ഒരു നല്ല ക്യാപ്റ്റൻ തിരമാലകളെ പേടിച്ച് കപ്പൽ കരയിലിടില്ല. അയാളെ തിരമാലകളെ എങ്ങനെ മറികടക്കാം എന്ന് പഠിക്കും. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. വാർത്തകൾ കേട്ട് പാനിക്കാവാതെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെയാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലരും വാട്സപ്പിലും ടെലഗ്രാമിലും വരുന്ന ഫ്രീ ടിപ്പുകൾ വിശ്വസിച്ച് പണം കളയും. ദയവായി അത്തരം കെണികളിൽ പോയി വീഴരുത്. പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികളൊന്നുമില്ല. അച്ചടക്കത്തോടെയുള്ള നിക്ഷേപം മാത്രമാണ് വിജയിക്കുക. ഇന്ത്യയുടെ എക്കോണമി എപ്പോഴും സ്ട്രോങ് ആണ്. GDP നമ്പറുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ലോകം മുഴുവൻ തളരുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് ചിന്തിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ ഈ വീഴ്ച നമ്മൾ ഓർക്കുക പോലും ഉണ്ടാവില്ല. സംഗതി നിസ്സാരമല്ല എന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല. അടുത്ത ആഴ്ച വിദേശ നിക്ഷേപകർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണം.
അവർ വൻതോതിൽ വിൽക്കാൻ തുടങ്ങിയാൽ മാർക്കറ്റ് പിന്നെയും താഴേക്ക് പോകും. പക്ഷെ അപ്പോഴും ഓർക്കുക, നല്ല കമ്പനികളുടെ ബിസിനസ് മോഡലിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഷെയർ വില കുറയുന്നത് കമ്പനി ചീത്തയായതുകൊണ്ടല്ല, മാർക്കറ്റിലെ സെന്റിമെന്റ്സ് മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലാഭം മാത്രം നോക്കാതെ കമ്പനിയുടെ കരുത്തും നോക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണം നമ്മുടേതാണ്. അത് നഷ്ടപ്പെട്ടാൽ സങ്കടപ്പെടുന്നത് നമ്മൾ മാത്രമായിരിക്കും. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. വഴിയിൽ കാണുന്നവർ പറയുന്നതൊന്നും കേട്ട് പണം ഇറക്കരുത്. സെബി രജിസ്ട്രേഡ് ആയ ഒരാളോട് മാത്രം ഉപദേശങ്ങൾ ചോദിക്കുക. ഈ മാർക്കറ്റ് നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. ക്ഷമയുള്ളവനെ ഇവിടെ പണം ഉണ്ടാക്കാൻ കഴിയൂ എന്നതാണത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ പക്വതയോടെ പെരുമാറണം. വാർത്തകൾ കേട്ട് പാനിക്കാവാതെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ ലക്ഷ്യം പണം ഉണ്ടാക്കുക മാത്രമല്ല, ഉള്ള പണം സുരക്ഷിതമായി വളർത്തുക കൂടിയാണ്. മാർക്കറ്റ് വീഴുമ്പോൾ കിതയ്ക്കാതെ ഒന്ന് ശ്വാസം വിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാം. എല്ലാം ശരിയാകും. നാളെ രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ ആ 22,500 എന്ന നമ്പർ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അവിടെയാണ് കളി തുടങ്ങുന്നത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക. നന്ദി.